എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാജീവ്. നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക്കും ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് ബ്ലോക്ക് ആണ്. നമ്മുടെ ഡെന്റൽ പ്രാക്ടീസിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ബ്ലോക്കാണ് ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും ഫെയിലിയർ ആകാനുള്ള ചാൻസസ് ഈ ബ്ലോക്കിൽ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡെന്റൽ പ്രാക്ടീസിൽ നമുക്കിത് ഉപയോഗിക്കാതിരിക്കാനും സാധിക്കില്ല. അപ്പം ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് ബ്ലോക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഈ നെർവിൻ്റെ അനാട്ടമി പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാൻഡിബുലർ നെർവിൻ്റെ പോസ്റ്റീരിയർ ഡിവിഷനിൽ നിന്ന് എറേസ് ചെയ്യുന്ന ലാർജസ്റ്റ് ആയിട്ടുള്ള ടെർമിനൽ ബ്രാഞ്ചാണ് ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്ലോക്കിനെ മാൻഡിബുലർ നെർവ് ബ്ലോക്ക് എന്നും പറയാറുണ്ട്. ലാറ്ററൽ ടെറിഗോയിഡ് മസിലിൻ്റെ മീസിയലിൽ കൂടെയും അതുപോലെ തന്നെ ലിംഗ്വൽ നെർവിൻ്റെ ലാറ്ററോ പോസ്റ്റീരിയറോ ആയിട്ട് ഡിസെൻഡ് ചെയ്ത് വരുന്ന ഈ നെർവ് സ്പീനോ മാൻഡിബുലർ ലിഗമെൻറ്റിനും മീഡിയൽ സർഫസ് ഓഫ് റാമസിനും ഇടയിലൂടെ പാസ് ചെയ്തു പോകും. ഈ പാസ് ചെയ്തു പോകുന്ന ഈ നെർവ് മാൻഡിബുലർ കനാലിലേക്ക് എൻ്റർ ചെയ്യുകയും അതിൻ്റെ ടെർമിനൽ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും പുറത്തേക്ക് മെൻ്റൽ ആൻഡ് ഇൻസിസീവ് ടെർമിനൽ ബ്രാഞ്ചുകളായിട്ട് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് തന്നെ ഇൻഫീരിയർ ആൽവിയോലാർ ആർട്ടറിയും വെയിനും ഉണ്ടാകും. അപ്പം നമ്മൾ ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് ബ്ലോക്ക് കൊടുക്കുന്നത് ഈ നെർവ് മാൻഡിബുലാർ കനാലിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ലൊക്കേഷനിലാണ് നമുക്ക് LA കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ഇൻഫീരിയർ ആൽവിയോലാർ നെർവിൻ്റെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻഫീരിയർ ആൽവിയോലാറിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസ് ആയിട്ടുള്ള മെൻ്റൽ നെർവും ഇൻസിസീവ് നെർവും അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് ആവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പോസ്റ്റീരിയർ ഡിവിഷൻ്റെ വേറൊരു ബ്രാഞ്ചായിട്ടുള്ള ലിംഗ്വൽ നെർവ് കൂടി ഇതിൻ്റെ കൂടെ അനസ്തറ്റൈസ് ആകും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫീരിയർ ആൽവിയോലാർ നെർവിൻ്റെയും അതുപോലെ തന്നെ മെൻ്റൽ നെർവിൻ്റെയും ഇൻസിസീവ് നെർവും സപ്ലൈ ചെയ്യുന്ന മാൻഡിബുലർ ടീത്തിൻ്റെ മിഡ് ലൈൻ വരെയുള്ള പോർഷൻസും അതുപോലെ തന്നെ ബോഡി ഓഫ് മാൻഡിബിളും ഇൻഫീരിയർ പോർഷൻ ഓഫ് റാമസും ബക്കൽ മ്യൂക്കോ പെരിയോസ്റ്റിയും അതുപോലെ തന്നെ മെൻ്റൽ ഫൊറാമിന് ആൻറ്റീരിയർ ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിനും എല്ലാം തന്നെ അനസ്തറ്റൈസ് ആകും. അതിനോടൊപ്പം തന്നെ ലിംഗ്വൽ നെർവ് സപ്ലൈ ചെയ്യുന്ന ആൻറ്റീരിയർ 2/3 ഓഫ് ടങ്ങും ഫ്ലോർ ഓഫ് ദ ഓറൽ ക്യാവിറ്റിയും ലിംഗ്വൽ സോഫ്റ്റ് ടിഷ്യൂസും പെരിയോസ്റ്റും എല്ലാം തന്നെ നമുക്ക് അനസ്തറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മെൻ്റൽ ഫൊറാമിന് പോസ്റ്റീരിയർ ആയിട്ടുള്ള റീജൻസ് മാൻഡിബുലാർ കനാലിന് അകത്തായതുകൊണ്ട് ആ ഏരിയാസ് നമുക്ക് അനസ്തറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ബക്കൽ നെർവ് ബ്ലോക്കും കൂടെ കൊടുത്താൽ മാത്രമേ ബക്കൽ പോർഷനിലുള്ള സോഫ്റ്റ് ടിഷ്യൂസിനെ നമുക്ക് അനസ്തറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമുക്ക് ഓരോ പേഷ്യൻറ്റിലുള്ള ഈ അനാട്ടമിക്കൽ ലാൻഡ് മാർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള കുറേ അനാട്ടമിക്കൽ ലാൻഡ് മാർക്സിൻ്റെ സഹായം കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 അനാട്ടമിക്കൽ ലാൻഡ് മാർക്സിലൊന്നാണ് കോർണോയിഡ് നോച്ച്, മറ്റൊന്ന് ടെറിഗോ മാൻഡിബുലാർ റാഫെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഒക്ലൂസൽ പ്ലെയിൻ ഓഫ് മാൻഡിബുലാർ പോസ്റ്റീരിയർ ടീത്താണ്. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സൈറ്റിലേക്ക് എത്തുന്നതിലത്തേക്കായിട്ട് നമ്മളൊരു 3D ഇമേജിൽ ആ ഒരു പൊസിഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എത്ര ഹൈറ്റിലാണ് നമുക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആൻറ്റീരിയർ പോസ്റ്റീരിയർലി എത്ര പുറകിലായിട്ട് കൊണ്ടുപോയി ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം. മൂന്നാമത്തെന്ന് പറയുന്നത് എത്ര ഡെപ്തിലാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. എത്ര ഉയരത്തിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻറ്റീരിയർ പോസ്റ്റീരിയർലി എത്ര പുറകിലായി കൊടുക്കണം എന്നുള്ളതിനെ നമ്മൾ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പ്ലേസ്മെൻറ്റ് ഓഫ് നീഡിലെന്നും എത്ര ഡെപ്തിൽ കൊടുക്കണം എന്നുള്ളതിനെ നമ്മൾ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്നും പറയും. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇഞ്ചക്ഷനാണ്. ഹൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കുന്നതിലത്തേക്കാണ് നമ്മൾ കൊറോണോയിഡ് നോച്ച് എന്ന് പറയുന്ന ലാൻഡ് മാർക്കിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റാമസിൻ്റെ ആൻറ്റീരിയർ ബോർഡറിലാണ് ഈ കൊറോണോയിഡ് നോച്ച് ഇരിക്കുന്നത്. റാമസിൻ്റെ ആൻറ്റീരിയർ ബോർഡറിലുള്ള ഡീപ്പസ്റ്റ് പോയിൻ്റാണ് കൊറോണോയിഡ് നോച്ച് എന്ന് പറയുന്നത്. നമ്മൾ തമ്പ് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പാൽപ്പേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഡീപ്പസ്റ്റ് പോയിന്റിനെ കണ്ടുപിടിക്കണം. ഈ പോയിന്റിൽ നമ്മുടെ ഈ തമ്പ് വെക്കുമ്പോൾ സമയത്ത് ഈ തമ്പിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് പോസ്റ്റീരിയറിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മളിവിടെ ഇമേജിനറി ലൈനിനെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ഇഞ്ചക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റീരിയർ ടീത്തിൻ്റെ ഒക്ലൂസൽ പ്ലെയിനിന് പാരലായിരിക്കണം. നോർമലി ഇത് ഒക്ലൂസൽ പ്ലെയിനിൽ നിന്ന് ഒരു 6 to 10 മില്ലിമീറ്റർ എബോവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ആൻറ്റീരിയർ ബോർഡർ തൊട്ട് നമ്മുടെ പോസ്റ്റീരിയർ മാർജിനായിട്ടുള്ള ടെറിഗോ മാൻഡിബുലാർ ലാഫെ വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ ആൻറ്റീരിയർ ബോർഡറിൽ നിന്നുമുള്ള 2/3 ഡിസ്റ്റൻസിൽ വരയ്ക്കാവുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനും നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്.
തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്ത് ഓഫ് ഇഞ്ചക്ഷനാണ്. സാധാരണ രീതിയിൽ നമുക്കൊരു 20 to 25 മില്ലിമീറ്റർ ഡെപ്തിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നത് 25 ഗേജ് വയറോ അല്ലെങ്കിൽ ഒരു 27 ഗേജ് നീഡിലോ ആയിരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ നീഡിലിൻ്റെ 2/3 അല്ലെങ്കിൽ 3/4 ഡിസ്റ്റൻസോളം പെനിട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡെപ്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷനിലേക്ക് നമ്മളുടെ നീഡിൽ അപ്രോച്ച് ചെയ്യേണ്ടത് റൈറ്റ് ആംഗിൾ ആയിട്ടാണ്. ആ ഒരു പ്ലെയിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കണം നമ്മുടെ നീഡിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാലാറ്ററൽ സൈഡിൻ്റെ പ്രീമോളർ റീജിയനിൽ നിന്ന് അപ്രോക്സിമേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ പൊസിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നീഡിൽ ഇത്രയും ഡെപ്തിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പം പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്തതിന് ശേഷം ബാരലിനെ കുറച്ചും കൂടെ ആൻറ്റീരിയർ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ ഇരുന്ന പ്രീമോളർ റീജിയനിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുവന്ന് കെനൈൻ റീജിയനിൽ വല്ലതും കൊണ്ടുവന്ന ശേഷം കുറച്ചും കൂടെ ഡെപ്തിലായിട്ട് കൊടുക്കുക. അഥവാ ഡെപ്ത് കൂടുതലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന ശേഷം കുറച്ചും കൂടെ പോസ്റ്റീരിയർലി ആയിട്ട് കൊടുത്ത് അപ്രോച്ച് ചെയ്യുക. ബോണി കോണ്ടാക്റ്റ് കിട്ടിയ ശേഷം നമ്മൾ 1 മില്ലിമീറ്റർ വിഡ്രോ ചെയ്ത ശേഷം സ്ലോലി നമ്മുടെ എല്ല് അവിടെ ഇഞ്ചക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ സബ് പെരിയോസ്റ്റൽ ഇഞ്ചക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ആസ്പിറേറ്റ് ചെയ്ത് നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തമുള്ള 1.8 ml 1.5 ml നമ്മൾ ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് ബ്ലോക്കിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതും ഒരു 60 സെക്കൻഡോളം ടൈം എടുത്തിട്ടാണ് നമ്മൾ സ്ലോലിയാണ് ഇത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് നമ്മൾ ലിംഗ്വൽ നെർവിനെ അനസ്തറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പം നമ്മുടെ ഇൻഫീരിയർ ആൽവിയോലാർ നെർവ് ബ്ലോക്കിൻ്റെ സ്റ്റെപ്പുകൾ പറയുന്നിടത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഏരിയ സ്റ്റെറൈൽ ഗോസ് ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുക എന്നുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ അനസ്തേഷ്യ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആൻറ്റീരിയർ ബോർഡർ ഓഫ് റാമസ് പാൽപ്പേറ്റ് ചെയ്യുക, നമ്മുടെ കൊറോണോയിഡ് നോച്ചിനെ കണ്ടുപിടിക്കുക. കൊറോണോയിഡ് നോച്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫിംഗർ അവിടെ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ടിഷ്യൂസിനെ റിട്രാക്റ്റ് ചെയ്ത് പിടിക്കുക. ടിഷ്യൂസിനെ റിട്രാക്റ്റ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ലെസ് ട്രോമാറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബെറ്റർ വിസിബിലിറ്റിയും ആ ഏരിയയിൽ കിട്ടും. ഇങ്ങനെ നമ്മൾ റിട്രാക്റ്റ് ചെയ്ത് പിടിക്കുന്ന തമ്പിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമ്മൾ പോസ്റ്റീരിയറിലേക്ക് നമ്മൾ ഒരു ഹൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ എന്നുള്ള ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ആൻറ്റീരിയർ ബോർഡർ ഓഫ് റാമസിൽ നിന്നും അതുപോലെ തന്നെ ടെർഗോ മാൻഡിബുലർ റാഫയ്ക്കും ഇടയിലായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ 2/3 ഒരു വെർട്ടിക്കൽ ലൈന് കൺസിഡർ ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലേക്ക് കോൺട്രാലാറ്ററൽ സൈഡിൽ നിന്ന് പ്രീമോളർ റീജിയനിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് ഈ ഇഞ്ചക്ഷൻ സൈറ്റിലേക്ക് എത്തുക. ഡെപ്തിലേക്ക് പോയ ശേഷം പ്രോപ്പറായിട്ടുള്ള ബോണി കോണ്ടാക്റ്റ് അച്ചീവ് ചെയ്ത ശേഷം 1 മില്ലിമീറ്റർ നമ്മൾ റിട്രാക്റ്റ് ചെയ്യുക. റിട്രാക്റ്റ് ചെയ്തതിന് ശേഷം ഒരു 2 പ്ലെയിനിലേക്ക് നമ്മൾ ഇതിനെ ആസ്പിറേറ്റ് ചെയ്ത് നോക്കുക. ആസ്പിറേറ്റ് ചെയ്തതിന് ശേഷം ഒരു 60 സെക്കൻഡ്സ് എടുത്തുകൊണ്ട് സ്ലോലി അവിടേക്ക് നമ്മുടെ എല്ലെ ഇഞ്ചക്റ്റ് ചെയ്യുക. അത് എപ്പോഴെങ്കിലും നമുക്കൊരു പോസിറ്റീവ് ആസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആ നീഡിലിനെ ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം പുതിയ ഒരു സിറിഞ്ച് കൊണ്ട് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം ഹാഫ് ദ നീഡിലിനെ റിട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സെയിം സൈഡിലേക്ക് വന്ന ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ആസ്പിറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള LA സൊല്യൂഷനെ അവിടത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ ലിംഗ്വൽ നെർവിനെ അനസ്തറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.